കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി 22 ലക്ഷം രൂപ മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് വാങ്ങിയെന്ന ആരോപണവുമായി പത്മജ വേണുഗോപാൽ. ആരോപണം തള്ളി MP വിൻസെന്റ്. ഒറ്റപ്പാലം കൂനത്തറയിൽ കേബിൾ TV ഓപ്പറേറ്ററെ വീട് കയറി ആക്രമിച്ചു. അർച്ചന കേബിൾ TV നെറ്റ്വർക്ക് ഉടമ ബാലസുന്ദരനെയാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രകടനം നടത്തി. മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. റംസാൻ വ്രതാരംഭത്തിന് നാളെ തുടക്കമാകും. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32 ലക്ഷത്തിലധികം രൂപ കവർന്നു. L&T ഫൈനാൻസിലാണ് കവർച്ച നടന്നത്. കൊടുങ്ങല്ലൂരിൽ വനിതാ ഹോട്ടലിലും മോഷണം. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു. പാലപ്പള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് തന്നോട് കാണിച്ച കടുത്ത അവഗണനയാണ് BJPയിൽ ചേരാൻ കാരണമെന്ന് പത്മജ വേണുഗോപാൽ. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും പത്മജ. BJPയിൽ ചേർന്നതിന് ശേഷം ആദ്യമായുള്ള തൃശൂരിലേക്കുള്ള വരവിൽ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു. കാണാൻ പറ്റിയില്ല. സുധാരേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു. ഇപ്പോൾ എടുത്ത ഈ രാഷ്ട്രീയ നിലപാടിനൊപ്പം സഹോദരനും നാളുകളിൽ വരും എന്ന് വിചാരിക്കുന്നുണ്ട്. സഹോദരൻ മാത്രമല്ല, പലരും വരും. എൻ്റെ അമ്മയല്ലേ മുരളിയേട്ടൻ്റെ അമ്മ അല്ലേ? അപ്പോൾ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോൾ ബാക്കിയൊക്കെ പോട്ടെ, പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളിയേട്ടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുരളിയേട്ടനൊരു വിഷമം തോന്നിയത്. അത് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഈ പാർട്ടി വേണ്ട എന്നൊരു തോന്നൽ എനിക്കാണ്. ഇങ്ങനെ ചതിയന്മാരുടെ കൂടെ നിൽക്കാൻ വയ്യ എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ പാർട്ടീനെ പറ്റിയിട്ടും ഓരോ വിശകലനം നടത്തിയപ്പോൾ ഈ പറയുന്ന മാതിരിയല്ല, ഇത്ര മോശമല്ല ഇതിൻ്റെ ഉള്ളിലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. എന്നെ തോൽപ്പിക്കാൻ നിന്നതിൽ 2-3 പേര് മുരളിയേട്ടൻ്റെ ജീപ്പിൻ്റെ കൂടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. അതാരാ നിങ്ങൾ കണ്ടുപിടിച്ചത്? തൃശ്ശൂർ നല്ല ആളുകളുണ്ട്, പക്ഷേ കുറച്ച് നേതാക്കളുണ്ട് വൃത്തികെട്ടവർ. അവരുടെ അടുത്ത് ഓടിപ്പോയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ തന്നോടുള്ള അവഗണനയെക്കുറിച്ച് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളോടെല്ലാം പരാതിപ്പെട്ടിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ തോൽവിക്ക് കാരണം ചില കോൺഗ്രസ് നേതാക്കളാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് KPCC ഫണ്ട് നൽകിയില്ലെന്ന് പറഞ്ഞ് 22 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി തന്നിൽ നിന്നും മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് വാങ്ങിയിരുന്നു. എന്നാൽ KPCC ഫണ്ട് നൽകിയ കാര്യം പിന്നീടാണ് അറിഞ്ഞത്. പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് നിന്ന് 22 ലക്ഷം റുപ്യ വാങ്ങി. DC പ്രസിഡന്റ് അന്ന് വിൻസെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തരില്ലെന്ന്. KPCC വന്നിട്ടുണ്ടല്ലോ പൈസ അറിഞ്ഞപ്പോൾ. എന്നാൽ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി. ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ കൊടുത്തു. താൻ നെറ്റിയിൽ ചന്ദനക്കുറി തൊടുമ്പോൾ ഇതൊന്നും മതേതരമല്ലെന്ന ഭാവത്തിൽ കോൺഗ്രസ് നേതാക്കൾ തുറിച്ചു നോക്കാറുണ്ട്. പലപ്പോഴും കുറി മായ്ച്ചു കളഞ്ഞാണ് പാർട്ടി പരിപാടികൾക്ക് പോകാറുള്ളത്. ഇവരൊക്കെ തന്നെ, ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ്, ഞാൻ എപ്പോഴും ചന്ദനക്കുറി ഇട്ട് നടക്കണം, അച്ഛൻ അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി നിർത്തി. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ K. സുധാകരൻ മാത്രമാണ് തന്നെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് ഒരു മുതിർന്ന LDF നേതാവ് തന്നെ ഫോണിൽ വിളിച്ച് LDFിലേക്ക് ക്ഷണിച്ചിരുന്നു. കരുണാകരനോട് ഇഷ്ടമുള്ളവർക്കായി മുരളി മന്ദിരം തുറന്നിടും. കഴിവുറ്റ നേതാവായ നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളാണ് തന്നെ BJPയിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്നും പത്മജ പറഞ്ഞു. മുരളീധരൻ 3 പാർട്ടി മാറിയ ആളാണ്. ഇനിയും പാർട്ടി മാറുമോ എന്ന് പറയാനാവില്ലെന്ന് പത്മജ പരിഹസിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ബിജോയ് തോമസ് തുടങ്ങിയ നേതാക്കളും BJP കോർപ്പറേഷൻ കൗൺസിലർമാരും പ്രവർത്തകരും പത്മജയെ മുരളി മന്ദിരത്തിൽ സന്ദർശിച്ചു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നടത്താനായി നേതാക്കൾ 22 ലക്ഷം വാങ്ങിയെന്ന പത്മജ വേണുഗോപാലിന്റെ ആരോപണം നിഷേധിച്ച് മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ്. കാറിൽ കയറാൻ മാത്രം 22 ലക്ഷം നൽകാൻ മാത്രം മണ്ടിയാണോ പത്മജയെന്ന് വിൻസെന്റ് ചോദിച്ചു. പ്രിയങ്കയ്ക്കൊപ്പം കാറിൽ കയറുന്നവരുടെ പട്ടിക തയ്യാറാക്കിയത് പത്മജ ഉപാധ്യക്ഷയായ KPCC സമിതിയായിരുന്നു. പത്മജയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നും MP വിൻസെന്റ് പ്രതികരിച്ചു. മറുപടി അർഹിക്കുന്നതല്ല പത്മജ പറഞ്ഞത്. പത്മജ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ജൽപ്പനങ്ങൾ പറയും, അതത്ര ഗൗരവമായിട്ടെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ
പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ തോന്നുന്നു. അതുകൊണ്ട് പറയുക, ഒന്നാമത് പത്മജ എപ്പോഴും പറയുന്നത് ഒരു സ്ഥലത്ത് മത്സരിക്കും. 3 പേരത്ത് മത്സരിച്ചു, അവിടെ തോറ്റു. 1.5 ലക്ഷം വോട്ടിനാണ് തോറ്റത്. 3 തരം പാർലമെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു സ്വർണ്ണഖനിയാണ്. അവിടെ വരമ്പള്ളി തൊട്ട് ഏറ്റവും പ്രഗത്ഭരായ മുഴുവൻ ആൾക്കാരും, ആദ്യം വന്ന് നിന്ന സാവിത്രി ടീച്ചർ, കെ മോഹൻദാസ്, മുഴുവൻ പേരും ജയിച്ച സ്ഥലമാണ്. അവിടെ ഇവർ തോറ്റു. ഇവരെന്നെ തോറ്റുള്ളൂ, വേറെ ആരും തോറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പോൾ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ വന്നപ്പോൾ അവിടെ 30 കൊല്ലത്തോളം പാമ്പൻ പാലത്തിൻ്റെ ശക്തിയെ പോലെയാണ് തേറമ്പി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറച്ച സീറ്റാണ് തൃശ്ശൂർ നിയമസഭാ സീറ്റ്. ആ സീറ്റിൽ പോയി മത്സരിച്ചു, തോറ്റു ആദ്യം. അപ്പം പറഞ്ഞു എന്നെ തോൽപ്പിച്ചത് പിന്നെ നമ്മുടെ തേറമ്പി രാമകൃഷ്ണനും പിന്നെ CN ബാലകൃഷ്ണനെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 2021 ഇലക്ഷൻ വന്നു, അതിലും സീറ്റ് മേടിച്ചു. അപ്പോൾ പറഞ്ഞു, അത് തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞു TN പ്രതാപനും MP വിൻസെൻ്റാണ് തോൽപ്പിച്ചത്, ഞാനാണ് തോൽപ്പിച്ചതെന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ പറയണ ആരാ മറുപടി പറയുക? അതിന് ഞാനൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട K മുരളീധരൻ തന്നെ അതിന് മറുപടി കൊടുത്തു. ഒരു സ്ഥാനാർത്ഥിയായി ഇത്രയും നല്ല സീറ്റിൽ മത്സരിച്ചു, തോറ്റു. അതിന് മറ്റുള്ള പ്രവർത്തകരെയും നേതാക്കളെയും കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ആരാ കുറ്റക്കാരി? അവരവർ തന്നെ എന്ന് പറയണ്ടായി. അതിൽ മറ്റൊരു കാര്യം സാമ്പത്തികമായി പറഞ്ഞിരിക്കുക. സാമ്പത്തികമായി പറഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ കാറിലെ കയറാൻ 22.5 ലക്ഷം രൂപ. ഓരോ ദിവസം 2 ദിവസം മുമ്പ് 22, അതിന് മുമ്പ് 18 ആയിരുന്നു. എത്രയാവട്ടെ, 22.5 ലക്ഷം രൂപ വാങ്ങി എന്നാണ് പറയുന്നത്. ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കാറിൽ കയറാൻ 22.5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഏത് മണ്ടി മരമണ്ടത്തി എന്നല്ലാണ്ട് എന്താ പറയുക? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പറയാൻ പറ്റും. ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയി, അതിന് എന്തെങ്കിലും കാര്യമായ കാരണങ്ങൾ പറയുക. ബൂത്തിലാളെ തന്നില്ല, മണ്ഡലത്തിലാളെ കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ നല്ല നേതാവിന് ചേർന്നതല്ല. ഒറ്റപ്പാലം കൂനത്തറയിൽ കേബിൾ TV ഓപ്പറേറ്ററെ വീട് കയറി ആക്രമിച്ചു. അർച്ചന കേബിൾ TV നെറ്റ്വർക്ക് ഉടമ ബാലസുന്ദരനെയാണ് ആക്രമിച്ചത്. പരിക്കേറ്റ ബാലസുന്ദരനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഒറ്റപ്പാലം സ്വദേശി അനിൽകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകി. തിങ്കളാഴ്ച രാവിലെയാണ് ആക്രമണമുണ്ടായത്. കേബിൾ വിതരണത്തിലെ പ്ലാറ്റ്ഫോം മാറിയതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബാലസുന്ദരൻ പറഞ്ഞു. ഒറ്റപ്പാലം കൂനത്തറയിൽ COA ചേലക്കര മേഖല ഓപ്പറേറ്റർ ബാലസുന്ദരനെ വീട് കയറി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കുളപ്പുള്ളി STV ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം COA ജില്ലാ സെക്രട്ടറി P. ആന്റണി ഉദ്ഘാടനം ചെയ്തു. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ എന്തു വില കൊടുത്തും തടയുമെന്ന് COA ജില്ലാ സെക്രട്ടറി P. ആന്റണി പറഞ്ഞു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം VP മധു, ജില്ലാ കമ്മിറ്റി അംഗം ബിജു, COA ചേലക്കര മേഖല പ്രസിഡന്റ് ജേക്കബ് ജെറോം, മേഖലാ സെക്രട്ടറി KV മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. COA വടക്കാഞ്ചേരി ചേലക്കര മേഖലകളിലെ കേബിൾ TV ഓപ്പറേറ്റർമാരും COA ജില്ലാ കമ്മിറ്റി അംഗങ്ങളും കേബിൾ TV ടെക്നീഷ്യന്മാരും പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്തു. കേവലം ഒരു ഹെഡ്ഡന്റ് ഇട്ട് ആ ഹെഡ്ഡന്റിന്റെ കീഴിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല നമ്മളിന്ന്. ഏറെ കാലമായിട്ട് ഇവിടെയുള്ള ഓപ്പറേറ്റർമാരെ നിരന്തരം പീഡിപ്പിക്കുന്ന നിലപാടാണ് ശ്രീ അനിൽ സ്വീകരിച്ചു കൊണ്ടുപോരുന്നത്. ഓപ്പറേറ്റർമാരെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേസിൽപ്പെടുത്തുന്നതിന് പുറമെ ഭീഷണിപ്പെടുത്തുന്നതിന് പുറമെ കയ്യേറ്റം ചെയ്യും നടുറോട്ടിലെന്ന് കാര്യമായിട്ടുള്ള ഒരു എന്താ പറയാ, ആളെ അങ്ങോട്ട് വല്ലാതാക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് അനിൽകുമാർ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ബാലസുബ്രഹ്മണ്യത്തിനെതിരെയുള്ള ഈ ആക്രമണം അതിന് ഒറ്റപ്പെട്ട ആക്രമണമായിട്ട് സംഘടന കാണുന്നില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ പല ഓപ്പറേറ്റർമാരും ഈ തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇതിനെ ഒരു സംഘടന എന്ന നിലയിൽ നമുക്ക് കണ്ണടച്ചു പോകാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. അനിൽകുമാർ ഒരു കാര്യം ഓർത്താൽ നന്നായിരിക്കും. അനിൽകുമാറിന്റെ ഈട്ടാവട്ടത്തിൽ കിടക്കുന്ന ഷൊർണൂറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഓപ്പറേറ്റർമാർ മാത്രമല്ല ഞങ്ങൾ ഈ തൃശ്ശൂർ ജില്ലക്കകത്ത് 700-ലധികം വരുന്ന ഓപ്പറേറ്റർമാരുടെ ഒരു സംഘടനയാണ്. ആ ഒരു ബോധ്യം അനിലുണ്ടായാൽ അനില് ഇപ്പോൾ ഉള്ളത് എങ്ങനെയെങ്കിലൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇപ്പൊ പറഞ്ഞു പോകുന്നുള്ളൂ.
മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. റംസാൻ വ്രതാരംഭത്തിന് നാളെ തുടക്കമാകും. ചൊവ്വാഴ്ച റംസാൻ 1 ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. മലപ്പുറം പൊന്നാനിയിലും കോഴിക്കോട് കാപ്പാടുമാണ് മാസപ്പിറവി ദൃശ്യമായത്. ഇനിയുള്ള ഒരു മാസക്കാലം പ്രാർത്ഥനാ നിരതമാകും ഓരോ വിശ്വാസിയുടെയും ജീവിതം. വിശ്വാസികളുടെ മനസ്സും വീടും ഇനി ഖുർആൻ പാരായണത്തിന്റെയും പ്രാർത്ഥനയുടെയും വിശുദ്ധിയാൽ നിറയും. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്നു. പടിഞ്ഞാറനടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്റർ എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച രാവിലെ ജീവനക്കാർ ഓഫീസിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ ഹെൽമറ്റ് ധരിച്ച് ബാഗുമായി എത്തിയ മോഷ്ടാവ് വാതിൽ തള്ളി തുറന്ന് അകത്ത് കടക്കുന്നതും ലോക്കറിൽ നിന്ന് പണം എടുത്ത് തിരിച്ചു പോകുന്നതുമായ ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വനിതകൾക്ക് മൈക്രോ ഫിനാൻസ് വഴി പണം വായ്പ നൽകുന്ന സ്ഥാപനമാണിത്. വെള്ളിയാഴ്ച മുതലുള്ള 3 ദിവസത്തെ കളക്ഷനാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊടുങ്ങല്ലൂരിൽ വനിതാ ഹോട്ടലിൽ മോഷണം. പണവും ശീതളപാനീയവും കോഴിമുട്ടയും കവർന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കീഴിൽ മേത്തല സോണൽ ഓഫീസ് പരിസരത്ത് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഊട്ടുപുര ജനകീയ ഹോട്ടലിലാണ് കവർച്ച നടന്നത്. സ്ഥാപനത്തിന്റെ താഴ് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശ വലുപ്പിൽ സൂക്ഷിച്ചിരുന്ന 1000-ഓളം രൂപയും ഫ്രിഡ്ജിലുണ്ടായിരുന്ന ശീതളപാനീയ കുപ്പികളും കോഴിമുട്ടയും കവരുകയായിരുന്നു. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു. അടിച്ചിൽ തൊട്ടി കോളനിയിലെ 42 വയസ്സുള്ള തമ്പാനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി കോളനിക്ക് സമീപത്തെ റോഡിൽ വെച്ചായിരുന്നു ആക്രമണം. മലക്കപ്പാറയിൽ നിന്നും അടിച്ചിൽ തൊട്ടി കോളനിയിലേക്ക് റോഡിലൂടെ നടന്നു പോകുന്നതിനിടയിലായിരുന്നു കാട്ടാനയുടെ ആക്രമണം. രാവിലെയാണ് അവശനിലയിൽ തമ്പാനെ കണ്ടെത്തിയത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ തമ്പാനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലപ്പള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി പശുവിനെ കൊന്നു. കുണ്ടായി കൊല്ലേരി കുഞ്ഞു മുഹമ്മദിന്റെ പശുവിനെയാണ് പുലി കൊന്നത്. 2 ആഴ്ച മുൻപ് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പശുവിനെയാണ് വീണ്ടും പുലി പിടിച്ചത്. തിങ്കളാഴ്ച രാവിലെ വെള്ളം കൊടുക്കാനെത്തിയ വീട്ടുകാരാണ് തോട്ടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പശുവിനെ ആക്രമിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. എല്ലാം തൂത്തുവാരുമെന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാനങ്ങളിൽ BJP പുതിയ മുന്നണികളും ചാക്കിട്ടുപിടുത്തവും നടത്തുന്നതെന്ന് മന്ത്രി P. രാജീവ്. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, KC വർഗീസ്, വേണു വെണ്ണറ, ജോർജ് നെല്ലിശ്ശേരി, ബിനിൽ പ്രതാപ്, ജോസ് കുരിശിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. LDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, PK സൈതാലിക്കുട്ടി, K മോഹൻദാസ്, C സുമേഷ്, M കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനദ്രോഹ നയങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരായ വിധിയെഴുത്താകണമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ MP. UDF നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ നീങ്ങുമ്പോൾ പിണറായി ഭരണം തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ്. ക്ഷേമ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും വഴിമുട്ടിയ സംസ്ഥാനത്ത് സർക്കാർ സംവിധാനങ്ങളുടെ ധൂർത്തും അഴിമതിയും മാത്രമാണ് നടക്കുന്നത്. ഈ 2 സർക്കാരുകളെയും കെട്ടുകെട്ടിക്കാനുള്ള ഉപാധിയാണ് ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം വ്യക്തമാക്കി. TN പ്രതാപൻ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KK കൊച്ചു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അനിൽ പുളിക്കൽ, BR വിജയൻ, KV ദാസൻ, ഷൗക്കത്ത് അലി, സിജോ ജോർജ്, CM ഗോവിന്ദൻകുട്ടി, MK അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ഈ ജില്ലയിൽ ജനിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വടവൃക്ഷമായി മാറിയ വ്യക്തിത്വമാണ് പരമള്ളി ഗോവിന്ദമേനോൻ. ആ 2 മഹൽ വ്യക്തികളുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോയ്ക്ക് അന്തിക്കാട് സ്വീകരണം നൽകി. നാട്ടിക മണ്ഡലത്തിലെ പര്യടനത്തിന്റെ ഭാഗമായാണ് റോഡ് ഷോ നടന്നത്. മറ്റ് പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് വന്നവരെ സുരേഷ് ഗോപി ഷാൾ അണിയിച്ച് ആദരിച്ചു. BJP അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പുളിക്കത്ര അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയ്ക്കാവ്, പൂർണിമ സുരേഷ്, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ്, സെക്രട്ടറി ഗോകുൽ കരിപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു.
LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോടാലിയിൽ റോഡ് ഷോ നടന്നു. ഓവങ്കൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ കോടാലി സെന്ററിൽ സമാപിച്ചു. KK രാമചന്ദ്രൻ MLA, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, MR രഞ്ജിത്ത്, VS പ്രിൻസ് തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. ചാക്കിൽ കെട്ടി വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നായ്ക്കുഞ്ഞുങ്ങൾക്ക് രക്ഷകരായി സഹോദരങ്ങൾ. ചേച്ചിയുടെയും അനിയന്റെയും കനിവിന്റെ കരുതലിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് 4 നായ്ക്കുഞ്ഞുങ്ങൾ. അന്തിക്കാട് സ്വദേശികളായ കാട്ടുങ്ങൽ ജയരാജിന്റെയും നിഷയുടെയും മക്കളായ BAMS വിദ്യാർത്ഥിനി അഞ്ജനയും അന്തിക്കാട് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിത്യനും ചേർന്നാണ് നാടിന് കനിവിന്റെ അപൂർവ മാതൃകയായത്. ഞായറാഴ്ച രാത്രിയിലാണ് അഞ്ജനയും അനുജൻ ആദിത്യനും കൂടി അന്തിക്കാട് അഞ്ചങ്ങാടി KK മേനോൻ ഷെഡ് ലിങ്ക് റോഡിന് സമീപത്തെ റോഡരികിൽ ചാക്കിൽ കെട്ടിപ്പൂട്ടിയ നിലയിൽ നായ്ക്കുട്ടികളെ കണ്ടത്. റോഡരികിൽ കിടക്കുന്ന ചാക്ക് അനങ്ങുന്നത് കണ്ടതോടെ ഇവർ വാഹനം നിർത്തി മൊബൈൽ ഫോണിന്റെ പ്രകാശത്തിൽ പരിശോധിച്ചപ്പോഴാണ് 4 നായ്ക്കുട്ടികൾ ചാക്കിനുള്ളിൽ ശ്വാസം കിട്ടാതെ പിടയുകയാണെന്ന് മനസ്സിലായത്. ആദ്യം അവയുടെ ജീവൻ രക്ഷിക്കുകയെന്ന ഉദ്ദേശത്തോടെ ചാക്കിന്റെ കെട്ടഴിച്ചു വിട്ട ശേഷം ഇരുവരും വീട്ടിലേക്ക് പോന്നു. പിന്നെ തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്കും ഈ നായക്കുട്ടികൾക്ക് ബിസ്ക്കറ്റും പാലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നൽകി. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന റോഡിനരികിൽ പിഞ്ചു കുഞ്ഞുങ്ങളായ നായക്കുട്ടികളെ ഉപേക്ഷിക്കാൻ ഇവർക്ക് മനസ്സ് വന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെ ആ നായ്ക്കുഞ്ഞുങ്ങളെ അതേ ചാക്കിൽ തന്നെയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോരുകയായിരുന്നു. ഇനി അവ തങ്ങളുടെ അരുമകളായി വളരുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് ഈ ചേച്ചിയും അനിയനും. TCV ന്യൂസ്, തൃശൂർ. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ 2 കിലോ കഞ്ചാവുമായി യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. തുമ്പൂർ തൃപ്പേക്കുളം സ്വദേശി കൊടിയൻ വീട്ടിൽ ജോയലാണ് അറസ്റ്റിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നിരുന്ന ഇയാളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയത്. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ നഷ്ടപ്രതിഫല തുക നൽകി തുടങ്ങി. അവാർഡ് വിതരണവും പുനരധിവാസ പാക്കേജ് വിതരണവും മുകുന്ദപുരം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ട 18 പേർക്കും RR പാക്കേജിൽ ഉൾപ്പെട്ട 15 പേർക്കുമാണ് നഷ്ടപരിഹാര തുകയുടെ അവാർഡ് നൽകിയത്. 33 പേർക്കായി 4,57,65,564 രൂപയാണ് നഷ്ടപരിഹാരം. ഗുണഭോക്താക്കൾക്ക് ട്രഷറിയിൽ നിന്ന് തുക അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് കൈമാറുന്നത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട RTO MK ഷാജി, പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജയച്ചിറ്റിലപ്പള്ളി, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജി, ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ അമൃതവല്ലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി ബീച്ച് കുടുംബക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുന്നതിനിടെ ആന ഇടഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കി. വാടാനപ്പള്ളി ബീച്ച് ആനവളവിൽ വടക്കൻ വേൽമുരുകൻ ആദിഗുരു മുത്തപ്പൻ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ആനയാണ് വിരണ്ടോടിയത്. അരമണിക്കൂറിനകം ആനയെ കുട്ടമുഖത്ത് വെച്ച് പാപ്പാന്മാർ തളച്ചു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. 3 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. അന്നദാനത്തിൽ നിരവധി ഭക്തർ പങ്കാളികളായി. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒയാസിസ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി കലാപരിപാടികൾ സംഘടിപ്പിച്ചു. DIG S അജിത ബീഗം ഉദ്ഘാടനം ചെയ്തു. PG ഡീൻ ഡോക്ടർ A രമേശ് അധ്യക്ഷത വഹിച്ചു. 30-ലധികം സ്പെഷ്യൽ സ്കൂളുകളിലെ 400ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റുരച്ചു. മിമിക്രി, സംഘനൃത്തം, പെയിന്റിംഗ്, ലളിതഗാനം തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് കവിയും അധ്യാപകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ തിരഞ്ഞെടുത്തു. 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ പതക്കവും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പൂന്താനത്തിന്റെ ജന്മദിനമായ ബുധനാഴ്ച വൈകിട്ട് 5-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും.
ഗുരുവായൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. ഔട്ടർ റിംഗ് റോഡിൽ പന്തായിൽ അയ്യപ്പക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഉണങ്ങിയ വൃക്ഷങ്ങളും മാലിന്യങ്ങളും കത്തിനശിച്ചു. പറമ്പിനോട് ചേർന്നുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ വ്യാപകമായി നിക്ഷേപിച്ചിരുന്നത്. തീ ആളിക്കത്തിയതോടെ പുക ഉയർന്നത് പരിസരവാസികളെ ബുദ്ധിമുട്ടിലാക്കി. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന്റെ ഭാഗമായി തേവർക്ക് ആറാട്ട് നൽകാനുള്ള സേതുകുളം ശുചീകരിച്ചു. തൃപ്രയാർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് സേതുകുളം ഉൾപ്പെടെയുള്ള കിഴക്കേ കരയിലെ ആറാട്ടുകുളങ്ങൾ വൃത്തിയാക്കുന്നത്. രാജു അയ്യപ്പന്റെ നേതൃത്വത്തിൽ 20 തൊഴിലാളികൾ ചേർന്നാണ് സേതുകുളം ശുചീകരിക്കൽ നടത്തിയത്. കുളം വറ്റിച്ച് അരിക് മാടി വൃത്തിയാക്കിയാണ് ആറാട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. ഈ മാസം 17-നാണ് തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് നടക്കുക. മകീര്യം പുറപ്പാട് ദിനത്തിലെ തേവരുടെ ആദ്യ ആറാട്ടും ആറാട്ടുപുഴ പൂരം കഴിഞ്ഞുള്ള ഉത്രംവിളക്ക് ദിനത്തിലെ സമാപന ആറാട്ടും നടക്കുന്നത് സേതുകുളത്തിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി 22 ലക്ഷം രൂപ മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് വാങ്ങിയെന്ന ആരോപണവുമായി പത്മജ വേണുഗോപാൽ. ആരോപണം തള്ളി MP വിൻസെന്റ്. ഒറ്റപ്പാലം കൂനത്തറയിൽ കേബിൾ TV ഓപ്പറേറ്ററെ വീട് കയറി ആക്രമിച്ചു. അർച്ചന കേബിൾ TV നെറ്റ്വർക്ക് ഉടമ ബാലസുന്ദരനെയാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രകടനം നടത്തി. മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. റംസാൻ വ്രതാരംഭത്തിന് നാളെ തുടക്കമാകും. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32 ലക്ഷത്തിലധികം രൂപ കവർന്നു. L&T ഫൈനാൻസിലാണ് കവർച്ച നടന്നത്. കൊടുങ്ങല്ലൂരിൽ വനിതാ ഹോട്ടലിലും മോഷണം. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു. പാലപ്പള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.